കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ചരിത്ര സ്മരണകളുണർത്തിയ കോഴിപ്പള്ളി ചക്കാലക്കുടി ചാപ്പല പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുകൊണ്ടു. പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവ ചെറിയ പള്ളിയിലേക്ക് എത്തിയത് കോഴിപ്പള്ളിയിൽ നിന്നാണ്. കോതമംഗലത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ ആ യാത്രയുടെ അനുസ്മരണമായിരുന്നു പ്രദക്ഷിണം. വർഷം മുൻപ് പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവ കോതമംഗലത്ത് ആദ്യമെത്തിയത് കോഴിപ്പള്ളിയിലാണ്. അവിടെ പരിശുദ്ധ ബാവ വിശ്രമിക്കുകയും അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച ചാപ്പലിലേക്കായിരുന്നു പ്രദക്ഷിണം. ചക്കാല നായർ യുവാവിന്റെ സഹായത്തോടെ പരിശുദ്ധ ബാവ ചെറിയ പള്ളിയിലേക്ക് നടന്നെത്തിയതിന്റെ അനുസ്മരണമാണ് കന്നി 20-ലെ ചരിത്രപ്രസിദ്ധമായ പ്രദക്ഷിണം. പരിശുദ്ധ ബാവയ്ക്ക് വഴി കാണിച്ചു നൽകിയ ചക്കാല നായർ യുവാവിന്റെ പിൻതലമുറക്കാരായ പുതിക്കൽ കുടുംബത്തിലെ അംഗം പ്രദക്ഷിണത്തിൽ വിളക്കേന്തുന്നതും പാരമ്പര്യ ചടങ്ങാണ്. വർഷങ്ങളായി ഈ ദൗത്യം നിറവേറ്റുന്ന സുരേഷ് തന്നെയാണ് ഇത്തവണയും പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നത്. കന്നി 20 പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ചക്കാലക്കുടി ചാപ്പൽ പ്രദക്ഷിണം. ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രദക്ഷിണത്തിൽ പങ്കുകൊണ്ടത്. ചെറിയ പള്ളിയിൽ നിന്നും പുറപ്പെട്ട പ്രദക്ഷിണം ചക്കാലക്കുടി ചാപ്പൽ ചുറ്റി തിരികെ പള്ളിയിൽ സമാപിച്ചു. മണിക്കൂറുകളോളം എടുത്താണ് പ്രദക്ഷിണം പൂർത്തീകരിച്ചത്. വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി, സഹവികാരിമാരായ ഫാദർ സാജു ജോർജ്, ഫാദർ എൽദോസ് ചെങ്ങമനാട്ട്, ഫാദർ അമൽ കുഴികണ്ടത്തിൽ, ഫാദർ നിയോൺ പൗലോസ്, ഫാദർ സിച്ചു രാജു, തന്നാണ്ട് ട്രസ്റ്റിമാരായ കെ ജോസഫ്, എബി ചേലാട്ട് തുടങ്ങിയവരും മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭക്തസംഘടനാ ഭാരവാഹികളും പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. GTV ന്യൂസ്, കോതമംഗലം.